ഹായ് നമസ്കാരം, എൻ്റെ പേര് ഷെഹിൻ ഷാ. ഞാൻ റീനർജി സോളാർ കമ്പനിയിൽ നിന്നാണ് PRO ആണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് റീനർജി ഇൻസ്റ്റാൾ ചെയ്ത 15 കിലോ വാട്ടിൻ്റെ നടയറപ്പള്ളിയിലുള്ള പ്ലാന്റിന് മുന്നിലാണ്. എൻ്റെ പേര് മുഹമ്മദ് അബ്ദുള്ള. ഞാനായിരുന്നു ഈ സോളാറിൻ്റെ പ്ലാന്റ് സ്ട്രക്ചർ മുതൽ അതിൻ്റെ കമ്മീഷനിങ് ചെയ്യുന്ന സമയം വരെയും അത് ഗ്രിഡിലേക്ക് കൊടുക്കുന്ന വരെയും ഇതിനെ സൂപ്പർവൈസ് ചെയ്യുകയും 15 കിലോ വാട്ട് പ്ലാന്റ് ഇവിടെ റീനർജി കമ്പനി നമുക്ക് കമ്മീഷനിങ് ചെയ്ത് തരികയും ചെയ്തു. ആ കമ്പനിയോടും അതിൻ്റെ മാനേജിങ് ഡയറക്ടറിനോടും അതിൻ്റെ സ്റ്റാഫുകളോടും വളരെയേറെ നന്ദി പ്രകടിപ്പിക്കുന്നു. കാരണം നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് നല്ലൊരു വെണ്ടറിനെ കിട്ടുക എന്നുള്ളത്. നമ്മൾ വിളിക്കുന്ന സമയത്ത് അത് ആൻസർ ചെയ്യുക. ഇതാണ് നമുക്ക് വേണ്ടപ്പെട്ട ഏറ്റവും വലിയൊരു സഹായം വെണ്ടറിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇവിടെ ഈ പ്ലാന്റ് സ്ഥാപിക്കാൻ വേണ്ടി ആദ്യമായിട്ട് നമ്മൾ ഉദ്ദേശിച്ച 10 കിലോ വാട്ടാണ്. അതിന് നമ്മൾ ശ്രമിക്കുകയും പിന്നീട് നമ്മുടെ കാൽക്കുലേഷനിൽ കൂടുതൽ സപ്ലൈ പവർ കൺസപ്ഷൻ നമുക്ക് ഉണ്ടാവുകയും ചെയ്യുന്നതുകൊണ്ട് നമ്മൾ അതിനെ 15 കിലോ വാട്ടിലേക്ക് മാറ്റി. ഏകദേശം ഒരു 7 കൊട്ടേഷൻ നമ്മൾ വാങ്ങും. ആ 7 കൊട്ടേഷൻ നമ്മളത് സ്റ്റഡി ചെയ്ത് അതിനെ പഠിച്ച് അവരുമായിട്ട് ഡിസ്കസ് ചെയ്ത് അവരുമായിട്ട് ഫേസ് ടു ഫേസ് നമ്മൾ ഇൻ്റർവ്യൂ നടന്ന് അതിനുശേഷം ഫൈനലായിട്ട് നമ്മൾ തിരഞ്ഞെടുത്താണ് റീനർജി സോളാർ സിസ്റ്റം. നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ആർക്കാണോ സോളാർ സിസ്റ്റം വയ്ക്കാൻ വേണ്ടി നമ്മൾ ഏത് കമ്പനിക്കാണോ കൊടുക്കുന്നത് ആ കമ്പനിയുടെ എക്സ്പീരിയൻസും കൂടി നമ്മളൊന്ന് മനസ്സിലാക്കി വേണം അത് കൊടുക്കാനുള്ളത്. ഇന്ന് മാർക്കറ്റിൽ ഒരുപാട് കമ്പനികളുണ്ട്. വിളിച്ചാൽ പോലും സർവീസ് കമ്മീഷനിങ് കഴിഞ്ഞ് അവരെ പോകും. വിളിച്ചാൽ പോലും കിട്ടാത്ത കമ്പനികളുണ്ട്. അവർ നമ്പർ ഓഫ് ഇയേഴ്സ് എക്സ്പീരിയൻസാണ് നമുക്ക് ഇതിനകത്ത് ആവശ്യം. ആ എക്സ്പീരിയൻസ് ഉള്ള കമ്പനിയിൽ ഒരു കമ്പനിയാണ് ഞാൻ കണ്ടുപിടിച്ചത്, റീനർജി. എൻ്റെ പേര് അബ്ദുൾ റഹീം. ഈ നടയറ മുസ്ലിം ജമാഅത്തിൻ്റെ പ്രസിഡൻ്റാണ്. നടയറ ഇതിൻ്റെ കാരണം അടിക്കടി വരുന്ന ഈ വൈദ്യുതി ചാർജ് വർധനവും ഈ ദൈനംദിനമുള്ള ഈ രൂക്ഷമായ പവർ കട്ടുമൊക്കെ കണക്കിലെടുത്തപ്പോൾ ഈ 3-4 തൈക്കാവുകൾ ഒക്കെ ഇതിലൊക്കെ ഒരുപാട് കറണ്ട് ചാർജിനെ വർദ്ധിച്ചു വന്നതിൻ്റെ പേരിൽ അവരുടെ ഒരു ആശയം, ഈ അബ്ദുള്ള സാഹിബിൻ്റെ ഒരു ആശയമാണ് നമുക്കിങ്ങനെ സോളാർ വെച്ചാൽ എന്തെന്ന്. അപ്പോൾ ഈ സോളാർ വെച്ചതിൻ്റെ ഉള്ള ഗുണമെന്ന് പറയുന്നത്, നമ്മുടെ ഈ പരിസരത്തുള്ള ഈ 3-4 തൈക്കാവിലും ഇവിടെയൊക്കെ വൈദ്യുതി ചാർജ് വളരെ വലുതാണ്. നമുക്കിവിടെ വരുമാനം, പള്ളിക്കായിട്ട് പ്രത്യേക വരുമാനങ്ങളൊന്നുമില്ല. ഇവിടുന്ന് നാട്ടുകാർ തരുന്ന സഹായങ്ങൾ കൊണ്ടാണ് പള്ളിയിലുള്ള ജീവനക്കാർക്കും ഇവിടുത്തെ ഉള്ള ദൈനംദിന ചെലവുകളൊക്കെ നടത്തുന്നത്. അപ്പോൾ വൈദ്യുതി ചാർജ് ഭയങ്കര വലുതായി വരുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബുദ്ധിയിൽ ഉദിച്ച ഒരു സംഭവമാണ് ഈ സോളാർ വെച്ചാലെന്നത്. അപ്പോൾ ഈ സോളാർ ഇവിടെ ഇപ്പോൾ വെച്ചതിന് ശേഷം ഒരു 3 മാസത്തോളം ആയി. ഈ 3 മാസം കൊണ്ട് ഒരു 5000 യൂണിറ്റോളം നമുക്കിവിടെ പ്രൊഡക്റ്റ് ചെയ്യാൻ കഴിഞ്ഞു. അപ്പോൾ ഏതായാലും ഇത് വരും നാളുകളിൽ ഈ സോളാർ ഈ പള്ളിക്കും ഈ വൈദ്യുതിക്കൊക്കെ ഏറ്റവും ഫലപ്രദമായി ഉപയോഗിക്കാൻ പറ്റുമെന്നും അത് കാലം തെളിയിച്ചതാണ്. അപ്പോൾ അതും ഇവിടെയും ഈ നടയറയിലും ഈ പരിസര പ്രദേശത്തുള്ള നമ്മുടെ തൈക്കാവുകളിലൊക്കെ ഇതിൻ്റെ ഗുണം ഉണ്ടാവുമെന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്.